നമ്മളെ അടുത്തൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, 14 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ കയ്യിലൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെക്കോർഡ്സും ഇല്ല. അഥവാ 10 വർഷമായിട്ട് ഒരു ബിസിനസ് ബാക്കപ്പുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ ബിസിനസ്സിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അവർക്ക് കിട്ടേണ്ട എമൗണ്ട് കിട്ടുന്നുണ്ട്, അവർ ഹാപ്പിയാണ് എന്നവർ സ്ട്രക്ചറൈസ് ചെയ്തിട്ട് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഇവർ ബാക്ക് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെക്കോർഡും ഇല്ല. ഇനി ബാങ്കിൽ പോയിട്ടൊരു ബിസിനസ്സിന് അടുത്ത സ്റ്റെപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ലോൺ വേണം. ആ സമയത്ത് ബാങ്കിൽ പോയി ചോദിക്കുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രൂഫ്, എന്താണ് നിങ്ങൾ ബിസിനസ് ചെയ്തതിൻ്റെ റെക്കോർഡ്? 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. ബാങ്കിന് പ്രോപ്പറായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ലോക്കൽ ബോഡി ലൈസൻസ് അല്ലെങ്കിൽ നമ്മളെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് എന്താണ്, അതിൽ എന്തൊക്കെ ഫിനാൻഷ്യൽസ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതുപോലെ നമ്മൾ GST ഫയൽ ഉണ്ടെങ്കിൽ GST ഫയലിംഗ് റിപ്പോർട്ടുകൾ എന്നിവ കൊടുക്കുമ്പോഴാണ് ബാങ്കിന് എന്ത് ചെയ്യുക, ബാങ്ക് എന്നല്ല ഏതൊരു വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത പക്ഷേ എന്തുണ്ട്, നമ്മൾ 10 വർഷമായിട്ട് ബിസിനസ് ചെയ്യേണ്ടത് എന്നാൽ ഒരു പ്രൂഫും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോക്കൽ ബോഡി ലൈസൻസ് പോലും ഇല്ലാത്ത വ്യക്തികളൊക്കെ ഹെവി ബിസിനസ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കൊണ്ടുപോകുമ്പോൾ സ്റ്റക്കായി കിടക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ നമ്മൾ ക്ലയൻസിൻ്റെ അടുത്ത് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ, അതായത് ഒരു ലൈസൻസും ഇല്ല, ഒരു റെക്കോർഡും ഇല്ലാതെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്തിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. അഥവാ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നീഡ്സ്, അതായത് ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ എംപ്ലോയീസ് നമ്മളെടുത്ത് വർക്ക് ചെയ്യേണ്ടേ, എംപ്ലോയീസിന് സാലറി സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഒരു രജിസ്റ്റേർഡ് അല്ലാത്ത കമ്പനി എങ്ങനെ അവർ കൊടുക്കുന്നത്? ഒരു എംപ്ലോയീസിന് ക്രെഡിറ്റ് കാർഡിന് അപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്തെങ്കിലും ലോണിൻ്റെ പർപ്പസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻറ്റ് ബാങ്കായിട്ടിട്ട് പറ്റും, അല്ലെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണ് എംപ്ലോയി, അപ്പോൾ അവനൊരു എന്ത് കൊടുക്കണം? ബേസിക്കായിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള സാധനമെങ്കിലും കൊടുക്കണ്ടേ? അതുവരെ കൊടുക്കണമെങ്കിൽ എന്താണ്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനി വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യേണ്ടി, വരുമാനം ഉണ്ടാക്കേണ്ടി ഒരു ഓർഗനൈസ്ഡ് അല്ല, ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. ഒരു രജിസ്റ്റേർഡ് കമ്പനി ആക്കിയിട്ട് നമ്മൾ വെക്കുക, എങ്കിലേ നമുക്ക് ഫ്യൂച്ചറിൽ അത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അതൊക്കെ എന്തെങ്കിലും സ്റ്റക്കാവും. വേറെ നല്ല ടീംസൊക്കെ വന്നിട്ട് അതിൽ കയറി ഇരുന്നിട്ട് പോകും. നമ്മളെ കമ്പനിക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്, അത് നമ്മളെ കമ്പനീൻ്റെ നെയിം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കണം. കമ്പനിക്ക് ഒരു രജിസ്ട്രേഷൻ, ലോക്കൽ ബോഡി ലൈസൻസ് അല്ലെങ്കിൽ കമ്പനി ആയിട്ടൊന്നും രജിസ്റ്റർ ചെയ്യാൻ പറയുന്നില്ല, വെറും ലോക്കൽ ബോഡി ലൈസൻസ് എങ്കിലും മിനിമം നമുക്ക് റിക്വയർ ആയിട്ടുണ്ട്. കമ്പനിയായിട്ട് LLP പ്രൈവറ്റാക്കിയ ബെറ്റർ എന്നേ പറയുന്നു. അതുപോലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള PF ESC, അത് 10 പേരിലൊക്കെ വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർക്ക് ESC PF ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന കമ്പനി അക്കൗണ്ടിൽ എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ അറിയോ, നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനി നാളെ ഒരാൾക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു കമ്പനി വന്നിട്ട് വില വരാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വാൾമാർട്ട് എടുത്തു, അതുപോലെ വലിയ വലിയ ഓരോ കമ്പനി വേറെ വേറെ ടീം വന്ന് എടുക്കുമ്പോൾ നല്ലൊരു എമൗണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ 10 വർഷമായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ് നമ്മൾ ഇനി ഒരു 10 വർഷം റൺ ചെയ്താൽ നമുക്ക് ഇത്രയേ കിട്ടുള്ളൂ. എന്നാൽ വേറൊരു കമ്പനി അത് ഏറ്റെടുക്കുമ്പോൾ അതിന് നല്ല ബൾക്ക് എമൗണ്ട് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കമ്പനി ഏറ്റെടുക്കാൻ വരുന്ന കമ്പനീൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനീൻ്റെ ടീംസ് എന്താ ചോദിക്കുക, എന്താണ് ഇതുവരെ നടത്തിയതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. അവർക്ക് നമ്മളെ കമ്പനിക്ക് ഒരു വില ഇടണമല്ലോ, അതൊന്നും നമ്മളടുത്ത് കൊടുക്കാണ്ടാവില്ല. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഗനൈസ് ചെയ്യുക. ഇല്ല പുതിയ സ്ഥാപനം തുടങ്ങുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കൂടുതൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.